ഉർവശി എന്ന പേര് കേൾക്കുമ്പോൾ മലയാളിക്ക് ഒരു കുസൃതി നിറഞ്ഞ കുട്ടിയുടെ ഒരു ചിരി വിടരും മുഖത്ത്. അതിന് സമാനമായ ഒരു പേരുമായി ഉർവശി വീണ്ടും കളത്തിലേക്ക് ഇറങ്ങുകയാണ്. എൽ ജഗദംബ 7ാം ക്ലാസ്. ആ പേരിൽ തന്നെ ഒരു ചിരിയുണ്ട്. ഉർവശിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. കൂടെ സിനിമയുടെ എഴുത്തുകാരനും സംവിധായകനും ശിവാസ്. നമസ്കാരം. നമസ്കാരം. മഹാനടികർക്ക് സുഖമാണോ? ഈ പാൻ പഞ്ചായത്ത് എന്നൊക്കെയുള്ള ടേമേ നമ്മൾ കേട്ടിട്ടില്ല. ഇത് ശരിക്കും പാൻ ഇന്ത്യൻ സിനിമകളെ ചേച്ചിയുടെ ഭാഷ ട്രോള് ആണോ? എവിടെ കിട്ടിയത്? അയ്യോ അല്ല വിഷ്ണു, ഇത് സത്യം പറഞ്ഞാൽ ഇത് സംവിധായകന്റെ കോൺട്രിബ്യൂഷനാണ് തീർച്ചയായിട്ടും 100%. അപ്പം പാൻ ഇന്ത്യൻ ഫിലിം അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു കാലഘട്ടമല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്നാൽ പറഞ്ഞു, ചേട്ടൻ്റെ സിനിമ നമ്മുടെ ടീമിലുള്ളവരാണ് ചോദിച്ചത്, ഇത് എങ്ങനത്തെ ഒരു സിനിമ, നമ്മളൊരു നരേഷൻ പോലെ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ കൊടുക്കണം. എൻ്റെ സിനിമ പാൻ ഇന്ത്യൻ സിനിമ, എൻ്റെ സിനിമ എൻ്റെ നാട്ടിലുള്ള ഒരു പാൻ പഞ്ചായത്ത് സിനിമ എന്ന് പറഞ്ഞു. അത് പിന്നെ നമ്മളതങ്ങ് ഉറപ്പിക്കുക ചെയ്തത്. അല്ല, അത് 100% ഡയറക്ടറുടെ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. പക്ഷെ പിന്നെ നമുക്കൊരു കൗതുകമായി, ശരിക്കും പാൻ ഇന്ത്യൻ കാര്യം പറയാൻ കുറേ ഒക്കെ അറിയണ്ടേ, ഇന്ത്യയെക്കുറിച്ച് പൂർണ്ണമായിട്ട് അറിയണം ഓരോ സ്ഥലത്തെക്കുറിച്ച്. നമുക്കറിയാവുന്ന ഒരു ഇട്ടവട്ടത്തെ കാര്യം എടുത്തു. അപ്പൊ പിന്നെ അങ്ങനെ ഇപ്പോൾ പടത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ തന്നെ ഒരുപാട് കുടുംബശ്രീ പ്രവർത്തകരുടെ കൂടെ ഉർവശി ഇരിക്കുമ്പോൾ ഇത് അവരുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ അത്രേ ഉള്ളൂ. അതായത് അത്രയും അവരോട് ഇഴുകി ചേരുന്നുണ്ട്. അതായത് ഈ വലിപ്പം, സ്റ്റാർ, അതൊക്കെ നമ്മൾ മറക്കുകയാണ് ആ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ. അത് തന്നെയാണ് ഉർവശി എന്ന നടിയുടെ ഏറ്റവും എളുപ്പം. അത് നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യം. അത് ഞാൻ കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥനായിരുന്നെങ്കിൽ കളക്ടർമാരുടെ കൂട്ടായ്മയിൽ ജഗദമ്മ ഇരിക്കുന്നതായിട്ടായിരിക്കും എൻ്റെ സിനിമ. നമ്മുടെ അനുഭവങ്ങളാണ് സിനിമ ആയിട്ട് വന്നത്. കുറെ ചേച്ചിമാരെ അറിയാം എനിക്ക്. അങ്ങനെ ചേട്ടൻ്റെ വീടിൻ്റെ അടുത്തായാലും ആ മാനറിസം അല്ലാതെ നമ്മുടെ നാട്ടിൽ ഷൂട്ടിങ്ങിന് വരുമ്പോഴും ഒക്കെ അവർക്ക് നല്ല സമയം പോകുന്നുണ്ട്. നേരത്തെ ഒന്നും അതിനുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 മണി 11:30 ആകുമ്പോൾ നമ്മളെല്ലാം വീട്ടിൽ ആഹാരമൊക്കെ വെച്ച് കഴിയും. പിന്നെ ഒന്നും നമുക്ക് സമയമില്ല. പിന്നെ ഈ ഉച്ച മുതലുള്ള സീരിയലും ഒക്കെ കണ്ടിങ്ങനെ ബോറടിച്ചിരിക്കുക. പിള്ളേർ സ്കൂളിൽ നിന്ന് വരണം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വരണം. അതുവരെ പ്രത്യേകിച്ചൊന്നും പണിയില്ലാതെ ബോറടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കുറച്ചു നേരം കിടന്നുറങ്ങാം. പക്ഷെ ഇത് തൊഴിലുറപ്പൊക്കെ ആയി കഴിഞ്ഞപ്പം അവർക്ക് എല്ലാവരുമായിട്ട് സംസാരിക്കാനും പോകാനും ഒക്കെ എൻഗേജ്ഡ് ആണ് അവര്. കുറെ പേരുടെ കാര്യങ്ങൾ അറിയാം, അതിനകത്ത് ഇടപെടാം. അങ്ങനെ വൈകുന്നേരം വരുമ്പം ഒന്നിച്ചിരിക്കുമ്പം പറയാൻ വിശേഷങ്ങളുണ്ട് ഇവർക്കും. അപ്പൊ അതൊരു നല്ലൊരു ഏരിയ. മാത്രമല്ല, ഇത് എത്രമാത്രം, ഞാൻ പറഞ്ഞില്ലേ ഈ വാക്ക് നവോത്ഥാനം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ചിന്തിച്ചാൽ എൻ്റെ കണക്ക് പ്രകാരം ഒരു 45% കുടുംബ വഴക്കുകൾ ഇല്ലാതായി. കാരണം ഈ വീട്ടിലില്ലല്ലോ, കുടുംബ വഴക്കുകളില്ല. പിന്നെ വരുമ്പോൾ ഒരുപാട് കണക്കെഴുതാനുണ്ട്, മറ്റേ ഇവർ ഇത് ചെയ്തു, എൻഗേജ്ഡ് ആണ്. അപ്പോൾ വഴക്കൊന്നും ഉണ്ടാക്കാൻ ഭർത്താവുമായിട്ടും അമ്മയും അത് കോമഡിയായിട്ട് കൂട്ടിയാൽ ഒന്നും ഇല്ല ടൈം. അത്രമാത്രം ഡെവലപ്മെന്റാണ് നമ്മുടെ നാടുകളിൽ നടക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇപ്പം തന്നെ ഈ കുടുംബശ്രീ അല്ലെങ്കിൽ ജനകീയ ആസൂത്രണം, ഇതിനെയൊക്കെ നമ്മൾ ട്രോളി നിങ്ങൾ കാണില്ലേ, നമുക്ക് ട്രോൾ, അതൊക്കെ അവരും ഒക്കെ ആസ്വദിക്കുന്നവരാണ്. പക്ഷെ എന്താണ് നമ്മുടെ നാട്ടിലുണ്ടായ മാറ്റമെന്നും കൂടെ നമ്മൾ നോക്കണം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങൾ സ്വന്തമായിട്ട് സ്ത്രീകളുടെ കയ്യിലും നല്ല ആരുടെ കയ്യിലും ഇത് കുറച്ച് പൈസ ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു മെന്റൽ ഷെൽട്ടറിങ് എന്ന് പറയും. നമുക്കൊരു ധൈര്യം, ഒരു ആവശ്യം വന്നാൽ എടുക്കാനുള്ള പൈസ ഉണ്ട്. അത് അതിൻ്റെ സാമ്പത്തിക സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ ചേട്ടന്മാർ കുറച്ച് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, അത് ഓക്കെ. എന്നാൽ പോലും നമ്മുടെ നാടിൻ്റെ മാറ്റം, ആ മാറ്റങ്ങളൊക്കെ നമ്മൾ രസകരമായി നമ്മളത് അവതരിപ്പിക്കുകയും മിക്കവാറും നിങ്ങളൊക്കെ നമ്മുടെ സിനിമയിലെ കഥാപാത്രമായിരിക്കും. ഞാൻ ഇവിടെയൊക്കെ ഉണ്ടോ എന്ന് തോന്നൽ ഉണ്ടാക്കിയാൽ ഞാൻ ജയിച്ചു. നിങ്ങൾക്ക് ആ തോന്നലുണ്ടായാൽ നമ്മൾ ജയിച്ചു. നമ്മൾ കൊച്ചു കഥയല്ലേ പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം പറയുകയാണ്, ഇപ്പോൾ എന്നെ ക്രിട്ടിസൈസ് ചെയ്തു, നിങ്ങളുടെ സിനിമയ്ക്കകത്ത് ഷിപ്പില്ലല്ലോ, നിങ്ങളുടെ സിനിമയ്ക്കകത്ത് എന്താ വിമാനം ഇല്ലാത്തത്, ഫൈറ്റർ പ്ലേ. എൻ്റെ പഞ്ചായത്തിൽ അതില്ല, തീർന്നല്ലേ, ഇതില്ലാത്ത പഞ്ചായത്താ. അപ്പം നിങ്ങളുടെ ക്രിറ്റിസിസം ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അതിന് ചോദ്യമുണ്ട്. അതിനകത്ത് ഇതില്ല, വലിയ ബിൽഡിംഗ് ഇല്ല, ബിൽഡിങ്ങിൽ നിന്ന് ജഗദമ്മ എടുത്ത് താഴോട്ട് ചാടുന്നില്ല, ആരെയും ചവിട്ടുന്നില്ല, ഈ പഞ്ചായത്ത് ഉണ്ടാവും. പിന്നെ വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു സംരംഭം എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് നിങ്ങൾ ഒത്തിരി പടങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്തു നിന്നുള്ള ഒരു ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള നിലയ്ക്കുള്ള ചില കാര്യങ്ങൾ, പോരായ്മകൾ ഉണ്ടാകാം. എന്നാലും നമ്മൾ അങ്ങനെ പറയുന്ന ഒരു സിനിമ ആവൂല എന്നുള്ളത്. ചേച്ചി ഇപ്പം 13-ാം വയസ്സിലോ അങ്ങോട്ട് തുടങ്ങിയല്ലോ. ഈ അധികം അതായത് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഹോട്ടൽ മുറികളിൽ സെറ്റിൽ ആയിരിക്കും ചേച്ചി താമസിച്ചിട്ടുണ്ടാവും ജീവിതത്തിൽ.
എവിടുന്നാണ് ഈ ഇപ്പൊ പഴനിയില് ഒരു ആനന്ദവല്ലിയെ കണ്ടുപിടിക്കണത്, അല്ലെങ്കിൽ ഇപ്പൊ ഉള്ളൊടുക്കിലൊരു വീട്ടമ്മ ഈ കണക്കൊക്കെ എഴുതി എല്ലാ കാര്യങ്ങളും ഒത്തുകൊണ്ട് ഇത് എവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്? എങ്ങനെയാണ് അങ്ങനത്തെ ആളുകളെ കാണുന്നത്? നിങ്ങളുടെ വേൾഡ് തന്നെ വേറെയല്ലേ? തീർച്ചയായിട്ടും വിഷ്ണു അത് ചോദിച്ചത് വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഞാൻ ചെന്നൈ പോലൊരു വലിയ സിറ്റിയിലാണ് വളർന്നത്. അതിനൊക്കെയുള്ള സാധ്യതകൾ കുറവാണ്. പക്ഷേ കൂട്ടുകുടുംബമായിരുന്നു ഞങ്ങളുടെ. ഇപ്പൊ ഉള്ളൊഴുക്കിലെ ലീലാമ്മയും അതൊക്കെ തന്നെയാണ്. പക്ഷെ അതിനെ ഓർക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അത് എന്റെ പേഴ്സണലായിട്ട് വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് ഞാനത് അതിനെ കുറിച്ച് സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ല. താങ്ക് യു. അപ്പൊ ഇതൊക്കെ കാണുന്നതെന്ന് പറയാൻ നമ്മൾ ഈ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പണ്ടൊക്കെ എവിടെ വെച്ചാൽ വീടുകളിലൊക്കെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ സ്ത്രീകളൊക്കെ വരുമ്പോൾ ഞാൻ ഒരിക്കലും അവരിൽ നിന്ന് അകന്ന് നിന്നിട്ടില്ല. അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രേക്ഷകരായിട്ടുള്ളവർ വരുമ്പം ഞാൻ അവരുടെ ഇടയ്ക്ക് പോയിരിക്കും. പ്രേക്ഷകരായിട്ടുള്ളവരിൽ നിന്ന് കൂട്ടുകാരെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരുപാട് ബന്ധുക്കളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കോഴിക്കോടൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഷൂട്ടിംഗ് കാണാൻ വന്നവരും എന്റെ ഫാൻസ് ആയിട്ട് വന്നവരൊക്കെ എന്റെ കൂട്ടുകാരാ. അപ്പൊ അവരിൽ നിന്ന് അകന്നൊരു സ്റ്റാറായിട്ട് നിൽക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ വന്ന് നിൽക്കുന്നവർ അവരുടെ വിശേഷങ്ങൾ പറയും, നമ്മളോട് വിശേഷം ചോദിക്കും. അപ്പൊ നമ്മൾ കാര്യങ്ങളൊക്കെ പറയും. ആ ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു വീട്ടിലെ ഷൂട്ടിംഗ് ആണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കുറെ പേരുണ്ടാവും. അപ്പൊ അവരെ ഞാൻ ശ്രദ്ധിക്കും. അവരുടെ രീതികൾ എന്താ, നിങ്ങളുടെ ജോലി എന്താ, അപ്പൊ അത് എവിടെ പോയി എന്തൊക്കെ ചെയ്യണം, ഇതിന് പോയാൽ അവിടെ പോയി നിങ്ങൾ എന്തൊക്കെ ചെയ്യണം, നിങ്ങൾ ചോറ് കൊണ്ടുപോകും, എന്തായിരിക്കും നിങ്ങൾ രാവിലെ ഫുഡ് കൊണ്ടുപോകുന്നത്, ഇങ്ങനെയൊക്കെ ഞാൻ ചോദിക്കും. അങ്ങനെയുള്ള ഒരു ഒബ്സർവേഷനിൽ നിന്ന് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ 90% ഫീമെയിൽ ക്യാരക്ടേഴ്സും എൻ്റെ കുടുംബങ്ങൾക്കകത്ത്. എൻ്റെ അമ്മ വളരെ ജനകീയമായൊരു സ്ത്രീയാണ്. നല്ല വിദ്യാഭ്യാസമുണ്ട്. കൽപ്പന ചേച്ചിയുടെ 1000 കൽപ്പന ചേച്ചിയാണ്. അത്ര സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ട്. ചിരിക്കാതെ തമാശ പറഞ്ഞു കളയുന്നു. മുക്കരനായിട്ട് ഒന്നാം തരമായിട്ട് ഹാസ്യം എഴുതും. പിന്നെ ഈ കോമഡി കഥകൾ വായിച്ച് കേൾപ്പിക്കും. വേളൂർ കൃഷ്ണൻകുട്ടിയുടെയൊക്കെ ഇത് വായിച്ച് കേട്ടിട്ടാണ് ഞങ്ങൾ കുഞ്ഞിനെ വളർന്നിട്ടുള്ളത്. അമ്മ ഉറക്കെ വായിച്ച് കേൾപ്പിക്കും. ഞങ്ങൾ ചുറ്റിനും ഇരുന്ന് ചിരിക്കും. അപ്പോ അമ്മയുടെ കൂട്ടുകാരായിട്ട് അമ്മയുടെ ക്ലാസ്മേറ്റ്സ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അമ്മയ്ക്ക്. ഇന്നും സിനിമാ താരങ്ങളായിട്ടുള്ള ഞങ്ങളെ കണ്ട് പരിചയപ്പെട്ടവര് ഞങ്ങളെ കാണാനല്ല വീട്ടിൽ വരുന്നത്, അമ്മയെ കാണാനാ. അമ്മയ്ക്ക് ഏകദേശം 80 വയസ്സിനോട് അടുക്കുന്നു. അമ്മ എങ്ങനെ ഇരിക്കുന്നു എന്ന് അമ്മയെ കാണാൻ വരണം. അമ്മയുടെ അടുത്തിരുന്ന് സംസാരിച്ച് ചിരിച്ച് റിലാക്സ് ചെയ്യാൻ വേണ്ടി വരുന്നവര്. അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. അതാണ് കാര്യം. അവിടുന്നാണ് ഇതൊക്കെ എടുക്കുന്നത്. തീർച്ചയായിട്ടും. ഞാൻ ഈ അടുത്ത് മറ്റേ യൂട്യൂബിൽ റാൻഡ് ആയിട്ട് നോക്കിയപ്പോ ഭാര്യ എന്നുള്ള പടത്തിന്റെ ഒരു ക്ലിപ്പ് വരികയാണ്. അതിലൊരു മീൻ മേടിച്ചിട്ട് മീൻ വില കൂടല്ലോ, അയ്യോ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞാൽ മീൻകാരി ഒഴിവാക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഇത് ഞാൻ ജീവിതത്തിൽ കുറെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാനപ്പോ ആലോചിച്ചിട്ടുണ്ട്, ചേച്ചി ചെന്നൈ ജീവിച്ചു, അധികം ഒരു ഇടത്തരം സെറ്റപ്പിനൊക്കെ മുകളിലാണല്ലോ ജീവിത രീതി. എവിടെ നിന്ന് ഈ വില പേശലൊക്കെ കണ്ടു കാണും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് തന്നെ, ഇതൊക്കെ തന്നെയാണ്. എൻ്റെ അമ്മ വീട്ടിലെ നടയെ വരും, മീൻ കൊണ്ടുവരുന്നവർ വരും, അവിടെ പോയി. എന്നാൽ അമ്മ വെജിറ്റേറിയനാണ്, ഒന്നാം തരം വെജിറ്റേറിയൻ ആയിട്ട്. അമ്മയുടെ കുടുംബം മുഴുവൻ വെജിറ്റേറിയനാണ്. പക്ഷെ അമ്മ മീനിന് വില വീശും. അങ്ങനെ അതൊന്നുമല്ല. എന്തോ 10 രൂപ 4 പറഞ്ഞു, മീൻ പറഞ്ഞോ, നിങ്ങളായിട്ട് അങ്ങനെ പറയണ്ട. അപ്പൊ ഇതൊക്കെ നമ്മുടെ മനസ്സിലോട്ട് കയറുകയല്ലേ കൊച്ചിലേ മുതല്. അപ്പൊ അങ്ങനെയുള്ള അതാണ് പ്രധാനമായിട്ട്